എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. കന്യാകുമാരിക്ക് യാത്ര കേട്ടോ. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനം അത്യാവശ്യമാണ്. शिकागो धर्म सभा सम्मेलन में भारत की ओर से किसने प्रतिनिधित्व किया था? ഷിക്കാഗോ സമ്മേളനത്തിന് ഭാരതത്തിൻ്റെ ഭാഗത്തിന് ആരാണ് പ്രതിനിധീകരിച്ചത്? ആരാണ് ചെയ്തത്? സ്വാമി വിവേകാനന്ദ കേട്ടോ. स्वामी विवेकानंद ने धर्मसभा में जाने से पहले किस स्थान पर ध्यान लगाया था? സ്വാമി വിവേകാനന്ദ ഷിക്കാഗോ ധർമ്മസഭയിൽ പോകുന്ന മുമ്പ് ഏത് സ്ഥലത്താണ് ധ്യാനിച്ചതെന്ന്? സ്വാമി വിവേകാനന്ദ കിസ്കെ ശിഷ്യത്തെ? സ്വാമി വിവേകാനന്ദ ആരുടെ ശിഷ്യൻ ആയിരുന്നു? അപ്പോൾ ഈ ലെസൺ വെച്ചാൽ രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഒരു വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ അന്നേരം നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അതായത് രണ്ട് കൂട്ടുകാർ തമ്മിൽ, കൃഷ്ണയും രാഘവും തമ്മിൽ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. കൃഷ്ണൻ ചോദിക്കുകയാണ്, രാഘവ് കൈസേ ഹോ? രാഘവ് എങ്ങനെയുണ്ട്? രാഘവ് മേ ഠീക്ക് ഹൂം, ഞാൻ നന്നായിരിക്കുന്നു. രാഘവ് മറുപടി കൊടുക്കുകയാണ്, മേ ഠീക്ക് ഹൂം, തും ബത്താവോ കൈസേ ഹോ? നീ പറയൂ, നീ എങ്ങനെ ഇരിക്കുന്നു കൃഷ്ണ, നീ പറയൂ എന്ന് രാഘവ് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണ പറയുന്നു, കൃഷ്ണ മേ ഠീക്ക് ഹൂം, ഞാൻ നന്നായിരിക്കുന്നു. ഇസ് ബാർ കി ഗർമി കി ഛുട്ടിയ കൈസി രഹി? ഇസ് ബാർ കി ഗർമി കി ഛുട്ടിയ, ഈ പ്രാവശ്യം വേനൽക്കാലത്ത് അവധി എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇസ് ബാർ കി ഗർമി എന്ന് വെച്ചാൽ ചൂട്, കി ഛുട്ടിയ അവധിക്കാലം, കൈസി രഹി ഈ പ്രാവശ്യത്തെ സമ്മർ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം, തുടർന്ന് വായിക്കാം. രാഘവ് बहुत अच्छी रही, വളരെ നന്നായിരുന്നു. മിത്ര, സുഹൃത്തെ. ഇസ് ബാർ ഹം സബ് പരിവാർ കന്യാകുമാരി ഗയത്തെ, ഈ പ്രാവശ്യം ഞങ്ങൾ കുടുംബത്തോടെ കന്യാകുമാരി പോയിരുന്നു. ആരുടെ കുടുംബം? രാഘവാണ് പറയുന്നത്. ഞാനും എൻ്റെ കുടുംബവും മൊത്തത്തിൽ കന്യാകുമാരി പോയിരുന്നു. കൃഷ്ണ വാഹ്, അയ്യോ ജോ ഖൂബ് രഹി, ഇത് വളരെ നന്നായിരിക്കുന്നു. पिछली बार भारत की उत्तरी छोर कश्मीर की सैर और इस बार दक्षिण छोर കന്യാകുമാരി की तरफ, കഴിഞ്ഞ പ്രാവശ്യം ഭാരതത്തിൻ്റെ ഉത്തരി അത് വടക്കേ മൂലയ്ക്ക് പോയി, ഈ പ്രാവശ്യം തെക്കേ അറ്റത്തേക്ക് പോയി. राघव हाँ मित्र, അതേ സുഹൃത്തെ. कश्मीर की सैर करने के बाद से ही मेरी इच्छा कन्याकुमारी देखने की थी. കശ്മീർ സന്ദർശിച്ചതിന് ശേഷം മേരി ഇച്ഛ, എൻ്റെ ആഗ്രഹമായിരുന്നു, കന്യാകുമാരി ദേഖ്നെ, അത് കന്യാകുമാരി കാണാൻ, കീത്തി കന്യാകുമാരി കാണാനുള്ള ആഗ്രഹം കശ്മീർ കണ്ടതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണ തും കന്യാകുമാരി ഹവായി ജഹാസ് സെ ഗയേ थे? അപ്പോൾ കൃഷ്ണ ചോദിക്കുകയാണ് രാഘവനോട്, തും കന്യാകുമാരി ഹവായി ജഹാസ് സെ ഗയേ थे? നീ കന്യാകുമാരി എയ്റോപ്ലെയിൻ, ഹവായി ജഹാസ് എന്ന് വെച്ചാൽ എയ്റോപ്ലെയിൻ കേട്ടോ, സെ ഗയേ थे ഓർ ഫ്ലൈറ്റ്, യു ക്യാൻ കോൾ ഇറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ രാഘവ് പറയാണ്, നഹി ഹം ലോഗ് നയി ദില്ലി സെ ഹിംസാഗർ എക്സ്പ്രസ് സെ ഗയേ थे. അപ്പോൾ രാഘവ് പറഞ്ഞു, അല്ലല്ല, ഞങ്ങൾ ഫ്ലൈറ്റിലല്ല പോയത്, ഹം ലോഗ് നയി ദില്ലി സെ, ഞങ്ങൾ ന്യൂഡൽഹിയിൽ നിന്ന് ഹിംസാഗർ എക്സ്പ്രസ് സെ ഗയത്തെ, ഹിംസാഗർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കൃഷ്ണ പറയാണ്, ഹിംസാഗർ എക്സ്പ്രസ് तो भारत की सबसे लंबी दूरी की ट्रेन है. ഹിംസാഗർ എക്സ്പ്രസ് ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും ദൈർഘ്യ ദൂരം യാത്ര ചെയ്യുന്ന ട്രെയിനാണ്. രാഘവ് ഹാ അതെ, ये ट्रेन जम्मू तावी से कन्याकुमारी तक जाती है. ആ അതെ, ഈ ട്രെയിൻ ജമ്മു താവിയിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്നു. കൃഷ്ണ കന്യാകുമാരി കേസ ഷഹർ, കന്യാകുമാരി എങ്ങനത്തെ സിറ്റിയാണ്? രാഘവ് യഹ് ഏക് അദ്ഭുത ഷഹർ, ഇത് അത്ഭുതകരമായ ഒരു സിറ്റിയാണ്. യഹ് ബംഗാൾ കി ഖാഡി, ഇവിടെ ബേ ഓഫ് ബംഗാൾ, अरब सागर अरेबियन सी और हिंद महासागर इंडियन ओशन, हिंद महासागर इंडियन ओशन के संगम पर स्थित है. ഇത് മൂന്നും ബേ ഓഫ് ബംഗാൾ,
അറേബ്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ഇത് സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ मैंने सुना है कि यहाँ आने वाले सैलानियों का उद्देश्य होता है. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന യാത്രികരുടെ ഉദ്ദേശം കുമാരി അമ്മൻ मंदिर देखना और यहाँ की सूर्योदय तथा सूर्यास्त के दृश्य का आनंद लेना. मैंने सुना है यहाँ आने वाले सैलानियों അത് ഇവിടെ വരുന്ന യാത്രികർ का उद्देश्य होता है ഇവിടെ ഉദ്ദേശ്യം ഉള്ളത് കുമാരി അമ്മൻ മന്ദിർ ദേഖ്ന അത് കുമാരി അമ്മൻ മന്ദിർ കാണാനും അവർ യഹാങ്കി സൂര്യോദയ് ഇവിടുത്തെ സൂര്യോദയവും അതുപോലെ അതുപോലെ സൂര്യാസ്തക്ക് ദൃശ്യവും ആനന്ദം ഈ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമനത്തിൻ്റെയും ദൃശ്യത്തിൻ്റെ ആനന്ദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നതെന്ന് ഞാൻ അറിയുന്നത്. രാഘവ് ബിൽക്കുൽ സഹി സുനാ ഹെ നീ ശരിയാണ് കേട്ടത്. तुमने കുമാരി അമ്മൻ മന്ദിർ സമുദ്ര തട്ട് പർ സ്ഥിത് ഹെ അതായത് സമുദ്ര തടത്തിലാണ് കുമാരി അമ്മൻ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. മന്ദിർ കി ഗർഭ ഗൃഹ അത് ശ്രീകോവിലിൽ മന്ദിർ കെ ഗർഭ ഗൃഹ ശ്രീകോവിൽ മേ വിഭിന്ന തരത്തിലുള്ള വിഭിന്ന ആഭൂഷണവും ആഭരണങ്ങൾ സെ സജി അലങ്കരിച്ച് ദേവിയുടെ അത്യന്ത അതീവ സൗമ്യമായ ഒരു പ്രതിമ ഉണ്ട്. അടുത്താണ് കൃഷ്ണ അവർ ക്യാ ദേഖാ തുമ്നെ കൃഷ്ണ ചോദിക്കണം നീ പിന്നെ വേറെ എന്തൊക്കെ കണ്ടു? രാഘവ് പറഞ്ഞു സമുദ്ര से कुछ ही दूरी पर समुद्र के मध्य में 2 चट्टानें हैं. അതായത് സമുദ്രത്തിൽ നിന്ന് അതായത് സമുദ്ര തീരത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ട് കുച്ച് ഹി ദൂരി പർ കുറച്ച് ദൂരത്ത് സമുദ്രക്ക് മധ്യമേ കുറച്ച് സമുദ്ര നടുക്കലായിട്ട് മേ 2 ചട്ടാനെ ഹെ 2 കല്ലുകളുണ്ട്. ജിന്മേ ഏക് അതിൽ ഒന്ന് ചട്ടാന് പർ जिनमें से एक चट्टान पर 40.5 मीटर ऊंची तमिल संत कवि तिरुवल्लूर की प्रतिमा है. അതായത് അതിൽ 2 കല്ലുകളിൽ ജിന്മേസെ ഏക് ചട്ടാൻ അതിലൊന്ന് 40.5 മീറ്റർ ഉയരത്തിൽ ഊഞ്ചിന്ന് വെച്ചാൽ ഉയരം തമിഴ് കവി തിരുവല്ലൂരിൻ്റെ പ്രതിമയുണ്ട്. ഇൻഹോംനെ അദ്ദേഹം കാവ്യഗ്രന്ഥ തിരുക്കൂറൽ की रचना की थी. അദ്ദേഹം കാവ്യഗ്രന്ഥം തിരുക്കൂറലിൻ്റെ രചന ചെയ്തിട്ടുണ്ട്. രചിച്ചത് അദ്ദേഹമാണ് തിരുവള്ളൂർ. കൃഷ്ണ और दूसरी चट्टान पर क्या है? കൃഷ്ണ ചോദിക്കണം അപ്പോൾ അടുത്ത ഈ കല്ലിൽ എന്താണുള്ളത്? രാഘവ് दूसरी चट्टान पर स्वामी विवेकानंद का स्मारक है. അടുത്ത മറ്റേ കല്ലിൽ സ്വാമി വിവേകാനന്ദയുടെ സ്മാരകമാണ്. इसमें स्वामी विवेकानंद की कांसे की 2.5 मीटर ऊंची प्रतिमा है. അതിൽ സ്വാമി വിവേകാനന്ദ കാൻസെ എന്ന് വെച്ചാൽ എന്താണ്? ബ്രോൺസ് की 2.5 मीटर 2.5 എന്ന് വെച്ചാൽ എത്ര? 2.5 मीटर ऊंची प्रतिमा है. ഉയരത്തിലുള്ള പ്രതിമയുണ്ട്. 2.5 അടി ഉയരത്തിലുള്ള പ്രതിമയുണ്ട്. शिकागो सम्मेलन में शामिल होने से पूर्व विवेकानंद जी ने यहाँ ध्यान दिया था. शिकागो സമ്മേളനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇവിടെയാണ് ധ്യാനിച്ചിരുന്നത്. കൃഷ്ണ तुमने वहाँ के सूर्योदय और सूर्यास्त का आनंद लिया. നീ അവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമനവും ആസ്വദിച്ചോ? രാഘവ് हाँ मित्र അത്ഭുത നസാര था वहाँ. അവിടുത്തെ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. നസാര എന്ന് വെച്ചാൽ കാഴ്ചയായിരുന്നു. शाम के समय हम सभी निगाहें आसमान की ओर लगी थी. വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങളുടെ കണ്ണുകളെല്ലാം ആകാശത്തേക്ക് നിന്നു. സൂരജ് അഗ്നി ഊഷ്മ സപേട്നെ ലഗേത്ത സൂര്യന് അതിൻ്റെ ഊഷ്മാവ് കുറയ്ക്കാൻ തുടങ്ങിയിരുന്നു.
आसमान में चारों तरफ नारंगी किरणें फैलने लगी थी. ആകാശത്തിന് നാല് തരവും ഓറഞ്ച് കളറിലെ നിറം പടരാൻ തുടങ്ങി. धीरे धीरे वह सागर में समाने लगा और कुछ ही पलों में बादलों की ओट में छिप गया. ധീരെ പെതുക്കെ വ സാഗർമേ സമാനെ ലഗ, അതായത് സാഗറിനോട് അലിയാൻ തുടങ്ങി അല്ലെങ്കിൽ ചേർന്ന് തുടങ്ങി. സമാനെ ലഗ അവർ കുച്ച് പല്ലോമേ, അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബാദലോം കി ഓട്ട് മേ ഷിപ്പ് ചെയ്യാം. ബാദലം എന്ന് വെച്ചാൽ ക്ലൗഡ് അല്ലേ, ക്ലൗഡിൽ ഒളിക്കാൻ തുടങ്ങി, ഒളിച്ചു കഴിഞ്ഞു. അതായത് ആകാശ എന്താ പറയുന്നത്, നമ്മുടെ ക്ലൗഡ്സ് എന്ന് പറയത്തില്ല, ക്ലൗഡ്സ് അതാ കേട്ടോ. കൃഷ്ണ മിത്ര സൂര്യോദയ का दृश्य तो और भी മനോരം होगा. അപ്പോൾ സൂര്യോദയത്തിൻ്റെ ദൃശ്യം ഇതിലും മനോഹരമായിരിക്കും. ഇതിലും മനോരം होगा എന്ന് വെച്ചാൽ മനോഹരം അല്ലെങ്കിൽ സുന്ദരം കേട്ടോ. राघव बिल्कुल सूर्योदय का दृश्य बेहद खूबसूरत था. സൂര്യോദയത്തിൻ്റെ ദൃശ്യം വളരെ സുന്ദരമായിരുന്നു. 5 बजे से ही लोग सागर तट पर जमा होने लगा. 5 മണി തൊട്ട് ആൾക്കാർ കടൽ തീരത്ത് ഒത്തുകൂടാൻ തുടങ്ങി. ധീരെ ധീരെ പൂർവ്വ ദിശാമേ ക്ഷീതിജ് ആകാശപ്പരപ്പ് ധീരെ ധീരെ പൂർവ്വ ദിശാമേ, അതായത് പൂർവ്വ ദിശ എന്ന് വെച്ചാൽ കിഴക്ക് കേട്ടോ, ഈസ്റ്റ് സൈഡിൽ ക്ഷീതിജ് पर സുൻഹാര രംഗ് ഫൈൽ ഗയ, അതായത് പെതുക്കെ പൂർവ്വ ദിശയിൽ ആകാശപ്പരപ്പിൽ ആകാശത്ത് സുൻഹര രംഗ് അതായത് ഗോൾഡൻ കളറിൽ കേട്ടോ ഫൈൽ ഗയ. और उसके मध्य से एक लाल रंग की उभार दिखाई. അതിൻ്റെ അതായത് ഗോൾഡൻ കളറ് വിരിയാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മധ്യത്തിൽ നിന്നും ഏക് ലാൽ ഒരു ചുമന്ന കളർ രംഗ് കാ ഉഭാർ, അതായത് ഉദയം ഉഭാർ എന്ന് വെച്ചാൽ ഉദയം ദിഖായി ദിയ. ജോ കുച്ച് ഹി പലോമേ അത് കുറച്ച് സമയത്തിനുള്ളിൽ മേ നാരങ്കി, അതായത് കുറച്ച് സമയത്തിനുള്ളിൽ ഓറഞ്ച് കളർ ആയി. കുച്ച് ഹി പലോമേ നാരങ്കി അർദ്ധവൃത്ത്, അതായത് കുറച്ച് സമയത്തിനുള്ളിൽ ഓറഞ്ച് കളറിൻ്റെ അർദ്ധവൃത്തത്തിൽ, അതായത് ഹാഫ് സർക്കിളിൽ സെ പൂർണ്ണവൃത്തം, അതായത് പൂർണ്ണവൃത്തത്തിൽ മേം ബദൽ ഗയ അർദ്ധവൃത്തത്തിൽ നിന്ന് പൂർണ്ണവൃത്തത്തിലേക്ക് മാറി. ബെഹദ് രോമാഞ്ചകാരി ഥാ ദൃശ്യം, ആ ദൃശ്യം ഭയങ്കര രോമാഞ്ചമായിരുന്നു. സച്ച് പൂച്ചോ തോ मेरे लिए वे दोनों दृश्य अविस्मरणीय है. സച്ച് പോലും സത്യം പറയുവാണെങ്കിൽ മേരലി എനിക്ക് വേ ദോനും ദൃശ്യം, ആ രണ്ട് ദൃശ്യം, അത് സൂര്യോദയവും സൂര്യാസ്തമനവും അവിസ്മരണീയമായിരുന്നു. കൃഷ്ണ പറയണപ്പോൾ अगली गर्मी की छुट्टियों में मैं भी अपने मम्मी पापा के साथ कन्याकुमारी जाऊँगा. അടുത്ത അവധിക്കാലത്ത് അഗ്ലി ഗർമിക്ക് ചുറ്റി, അടുത്ത സമ്മർ വെക്കേഷനിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് മേ ഭി, അത് ഞാനും അപ്പനെ മമ്മി പാപ്പ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കെ സാത്ത് കൂടെ കന്യാകുമാരി ജാവുക പോകും. രാഘവ് അവശ്യ ജാന, തീർച്ചയായും പോകണം. ഫിൽഹാൽ കക്ഷാമേ ചലത്താ ഹെ, തൽക്കാലം ക്ലാസ്സിലേക്ക് പോകാം. മധ്യാവകാശ് സമാപ്ത് ഹോ ഗയ. മധ്യാവകാശം എന്ന് വെച്ചാൽ മിഡിൽ ബ്രേക്ക് അല്ലെങ്കിൽ മിഡിൽ വെക്കേഷൻ, അതായത് മിഡിൽ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് സമാപ്ത് ഹോ ഗയ. ഓക്കെ, ഇതോടെ ഈ ലെസൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.